ഇത് വെക്കുമ്പം ഏകദേശം കറക്റ്റ് ആയിരിക്കണം. അതായത് ഞാൻ പറയുന്നത് മനസ്സിലുണ്ടാവും, നമ്മുടെ ഈ ഒരു മണ്ണും അതായത് ഭൂമി നിരപ്പ് മണ്ണൂടെ ലെവലായിരിക്കണം. ആ ഒരു രീതി മാത്രം നമ്മുടെ ഒരു കുഴിയെടുത്ത് ഈ ഒരു വിയറ്റ്നാം വെള്ളിക്കുള്ള ഒരു വിത്ത് ഇറക്കി വെച്ചാൽ മതി. നമുക്കിവനെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ നമുക്കിവനൊരു ഉഴുന്നുവട ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ നട്ടാലാണ് നമ്മുടെ ഈ ഒരു പ്ലാവും തൈ ഏകദേശം 1.5 വർഷം കൊണ്ട് കായ്ക്കാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വിയറ്റ്നാം മെർലി എന്ന് പറയുന്ന പ്ലാവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും പറയുന്നത് 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ് എന്നാണ് നമുക്കിത് അറിയപ്പെടുന്നത്. പക്ഷേ വെറുതെ നട്ടാലൊന്നും ഇത് 1.5 വർഷം കൊണ്ട് കായ്ക്കില്ല. അപ്പോൾ എങ്ങനെ നട്ടാൽ ഇത് 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നത് നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പേ മറ്റൊരു കാര്യം പറയട്ടെ, നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വിയറ്റ്നാം മെർലി എന്ന് പറയുന്ന ഒരു പ്ലാവ് മേടിക്കണമെങ്കിൽ ഒരു 100 രൂപ, 150 രൂപ, 200 രൂപയൊക്കെയാണ് സാധാരണ മാർക്കറ്റിൽ വില. പക്ഷേ നമ്മളിത് വാങ്ങിയത് വെറും 20 രൂപയ്ക്കാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള കൃഷി ഓഫീസ് ഉണ്ടല്ലോ, ആ ഒരു കൃഷി ഓഫീസിൽ നമ്മൾ 20 രൂപ അടച്ച് നമ്മുടെ കരമടച്ച രസീതും കൊടുത്താൽ നമുക്ക് ഇതുപോലുള്ള പ്ലാവിൻ്റെയോ അല്ലെങ്കിൽ മാവിൻ്റെയോ ഒക്കെ തൈ ഇപ്പം ലഭിക്കുന്നുണ്ട്. ഇത് ആരെങ്കിലും അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടുള്ളൂ കേട്ടോ. അപ്പം അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ വീഡിയോകളൊക്കെ നേരത്തെ കാണുന്നവർക്ക് മനസ്സിലാവും, നമ്മൾ ഈ ഒരു ഭാഗത്ത് നട്ടിരുന്നത് പയറായിരുന്നു. ആ ഒരു പയറിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ നമ്മളവിടെ മൊത്തം ചീരയാക്കി കേട്ടോ. ചീരയാക്കിയതോടുകൂടി നമുക്ക് രണ്ടുണ്ട് കാര്യം, നമുക്ക് 25 ദിവസം കൊണ്ട് നമുക്ക് വിളവും കിട്ടും, അതുപോലെ നമ്മുടെ മുറ്റവും നല്ല വൃത്തിയായിട്ട് കിടക്കും. ഇപ്പോൾ ഞാൻ വെയിലൊക്കെ ഇട്ട് സുന്ദരമാക്കി വെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല ഇവിടെയൊക്കെ ഗ്രോ ബാഗിലും എല്ലാം ഞാൻ ചീര തന്നെയാണ് ഇപ്പോൾ കൂടുതൽ നട്ടിരിക്കുന്നത്. അന്നേരം ഇനി നമ്മൾ ഇവനെ നടുന്ന ഒരു കാര്യമാണ്, നമ്മൾ നടുന്നത് ഇവിടെ അല്ല, നമ്മൾ താഴത്തെ പറമ്പിലാണ്. നമുക്ക് അവിടേക്ക് അന്നേരം പോകാം. അത് മാത്രമല്ല ഇവിടെയൊക്കെ ഞാനിപ്പം പണ കോരി ഞാൻ ഇവിടെ ചീരയാണ് നട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെയും സ്ഥലമില്ലാതിരിക്കും. അപ്പോൾ നമുക്ക് താഴത്തെ പറമ്പിൽ ഇതൊരു 3 തട്ടായിട്ടാണ് നമ്മുടെ പറമ്പ് കിടക്കുന്നത്. അപ്പം താഴത്തെ പറമ്പിലായിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം നടുന്നത്. അവിടെയും നമ്മൾ ചീര നട്ടിട്ടുണ്ട്. അതിപ്പം പറിക്കാറായി നിൽക്കുകയാണ് കേട്ടോ. കുറേയൊക്കെ ഞാൻ പറിച്ചു, എന്നാലും ഇവിടെ പറിക്കാൻ നിൽപ്പുണ്ട്. ഇനി അപ്പുറത്ത് തക്കാളി നിൽപ്പുണ്ട്. തക്കാളി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം. ഇതിനകത്തിപ്പം നല്ലപോലെയൊക്കെ കായായി വരുന്നുണ്ട് കേട്ടോ. വേണ്ട, നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ നമ്മുടെ തക്കാളിയിൽ കായായി വരുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കായുണ്ട്. ഇവിടെ നമ്മുടെ ഞാൻ പറഞ്ഞ റൂട്ട് ചീരയുണ്ട്. അതുപോലെ എന്താ ഇത് കണ്ടോ, നമ്മൾ 2 തൈയാണ്, അതായത് 40 രൂപ മുടക്കി നമ്മൾ 2 തൈയാണ് നമ്മൾ മേടിച്ചത്. അല്ല, ഒന്ന് ഞാൻ ഇവിടെ വെച്ചു, ഒന്ന് നമ്മൾ വെക്കാൻ പോകുന്നതാ ഇവിടാണ്. ഇതിൻ്റെ നമ്മൾ സാധാരണ ഒരു പ്ലാവിൻ്റെ തൈ വെക്കുമ്പോൾ വലിയ കുഴിയേക്കാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് വലിയ കുഴി ഇടുന്ന ആവശ്യമില്ല. ഞാൻ ഏകദേശം ഒരു 1 അടിയോളം താഴ്ച മാത്രമാണ് ഈ കുഴി എടുത്തിരിക്കുന്നത്. അപ്പം വളരെ ചെറിയൊരു തൈയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചെറിയൊരു കുഴിയും മതി. പക്ഷേ ഇങ്ങനെയല്ല, നമുക്ക് ഈ കുഴിക്കകത്ത് നിറയ്ക്കേണ്ടതെന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ. അപ്പം നമുക്ക് നിറയ്ക്കാൻ വേണ്ടി കുറച്ച് ചാണകപ്പൊടി എടുത്തുകൊണ്ട് വരാം. അന്നേരം ഞാൻ ആ ചാണകപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴും ഈ ഒരു വിയറ്റ്നാം മെർലിയുടെ ഈ ഒരു തൈ നടുമ്പോൾ 10 കിലോളം ചാണകപ്പൊടി ഇടണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മൾ അത്രയും ഇടുന്നില്ല. കാരണം 10 കിലോളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഒരു വളവും ചെയ്യേണ്ടതില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു 1.5 വർഷം കൊണ്ട് ഈ സാധനം കായ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഏകദേശം ഇടുന്നതെന്ന് പറയുന്നത് ഒരു 3 കിലോയോളം ചാണകപ്പൊടി മാത്രമാണ് ഞാൻ ഇത് ഈ കുഴിയിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്കത് മാത്രം പോരാ, നമുക്കിത് ഇവിടെ കുറച്ച് ചാരം കൂടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ചാരം എപ്പോഴും മണ്ണിന് നല്ലതാണ്. മറ്റ് അസുഖങ്ങളൊന്നും നമ്മുടെ ഈ ചെടിക്ക്, ഏതൊരു ചെടി അതിനും കേട്ടോ, ഉണ്ടാവാതിരിക്കാനും ഏറ്റവും നല്ല സാധനമാണ് ഈ ചാരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ചാരം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തേക്കാം. ഇനി ചാരമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് മേടിക്കാൻ കിട്ടും നമ്മുടെ മാർക്കറ്റിൽ. ആ വേപ്പിൻ പിണ്ണാക്കാരും കുറച്ച് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് യാതൊരു വിധമായ കീടങ്ങളും പിന്നെ നമുക്ക് തൊടില്ല. അപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവനൊന്ന് ഇളക്കി കൊടുക്കാം. മണ്ണൂടെ ചേർത്തിട്ട് ഈ കുറച്ച് മണ്ണൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയേക്കാം. മണ്ണും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചാണകപ്പൊടികളോടെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം ആ കുഴി അങ്ങ് അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈ കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു വിത്ത് ഇറങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു തൈ ഇറങ്ങിയിരിക്കുന്ന ജീവിതത്തിൽ നമുക്കതിനെ ഒന്ന് കുഴിയെടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ചുവട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇതിൻ്റെ നടുക്കായിട്ട് തന്നെ നമുക്കൊരു കൈ കൊണ്ട് മതി കേട്ടോ, വലിയ ആഴത്തിലൊന്നും വേണ്ട. അപ്പം ഇവിടെയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മളൊരു കുഴി എടുക്കുമ്പോൾ, അതായത് നമ്മുടെ ഈ ഒരു പ്ലാവിന് ഈ ഒരു വിയറ്റ്നാം മെർലിക്കുള്ള കുഴി എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മണ്ണുണ്ടല്ലോ, അതായത് ഈ ഒരു വിത്തിനകത്തുള്ള ഈ ഒരു മണ്ണും അതുപോലെ നമ്മുടെ ഭൂമി നിരപ്പിലെ മണ്ണൂടെ ഇത് വെക്കുമ്പം ഏകദേശം കറക്റ്റ് ആയിരിക്കണം. അതായത് ഞാൻ പറയുന്നത് മനസ്സിലുണ്ടാവും, നമ്മുടെ ഈ ഒരു മണ്ണും അതായത് ഭൂമി നിരപ്പ് മണ്ണൂടെ ലെവലായിരിക്കണം. ആ ഒരു രീതി മാത്രം നമ്മുടെ ഒരു കുഴിയെടുത്ത് ഈ ഒരു വിയറ്റ്നാം മെർലിക്കുള്ള ഒരു വിത്ത് ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ആ ഒരു അളവ് ഇപ്പം കറക്റ്റാണ്. നമുക്കിനി മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മൂട്ടിലേക്കിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് നമുക്ക് കാലുകൊണ്ട് ചവിട്ടി വേണമെങ്കിലും ഉറപ്പിക്കാം. പക്ഷേ ചെറിയ തൈ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ കൈ കൊണ്ടാണ് ഇങ്ങനെ ഇതിനൊന്ന് അമക്കി കൊടുക്കുന്നത്. അപ്പം നല്ല സെറ്റായിട്ട് വളരുന്നുള്ളൂ. എല്ലാവരും പറയും വളരെ ചെറിയ തൈയാണ്, ഇത് കിളിക്കത്തില്ലെന്നൊക്കെ പറയും. പക്ഷേ വെറുതെയാണ്. നമ്മൾ ഈ നടുന്ന എത്ര ചെറിയ തൈ ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കിത് കയറി വരാൻ പറ്റും. അതിനുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. തീർച്ചയായിട്ടും വിയറ്റ്നാം മെർലി നടുന്ന എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം. വളരെ നിസ്സാരമായിട്ട് നമുക്കൊരു 10 കിലോയോ അല്ലെങ്കിൽ 5 കിലോയോ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു വിയറ്റ്നാം മെർലി നമുക്ക് എവിടെ വേണമല്ലോ. അതുമാത്രമല്ല
നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം എപ്പോഴും നമ്മുടെ ഈ ഒരു ചെടികൾ നടാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ വളരെ പെട്ടെന്ന് നമ്മുടെ ചെടികൾ കയറി വരത്തുള്ളൂ. അപ്പം നമ്മുടെ ഒരു ഏകദേശം പണി ഇപ്പോൾ ഒരു 95% പണിയും കഴിഞ്ഞു. പക്ഷേ ഇതല്ല നമ്മുടെ അവസാനഘട്ട പണി. നമുക്കിവനെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ നമുക്കിവനൊരു ഉഴുന്നുവട ഉണ്ടാക്കി കൊടുക്കണം. അതായത് വെറും ഉഴുന്നുവടയല്ല, നമുക്ക് നമ്മുടെ ഈ ഒരു അയ്യത്തൊക്കെ ഉണ്ടാകുന്ന കളകളുണ്ടാവുമല്ലോ, പോച്ച എന്നൊക്കെ നാട്ടിൽ പറയും, ആ ഒരു സാധനം നമുക്കൊന്ന് പറിച്ചുകൊണ്ട് വരണം. എന്നിട്ട് അത് വെച്ചൊരു ഉഴുന്നുവട ഉണ്ടാക്കി കാണിക്കാം. പറഞ്ഞതുപോലെ ഞാൻ അതേ കുറച്ച് പോച്ച പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താ എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ പോച്ച എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് പറയുന്നത് നമ്മുടെ പച്ചപ്പുല്ല് അങ്ങനെ പറയാം. അപ്പോൾ ഈ പച്ചപ്പുല്ലാണ് നമുക്ക് വേണ്ടത്. ഇതുപോലുള്ള പച്ചപ്പുല്ലാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം പെട്ടെന്ന് ഇത് വാടിപ്പോകത്തില്ല. നമ്മൾ ലൈവായിട്ട് പറിച്ചുകൊണ്ട് തന്നെ മണ്ണിൽ തന്നെയാണ് ഇടാനും പോകുന്നത്. അതുകൊണ്ട് കുറച്ച് നാളിങ്ങനെ അത് ലൈവായിട്ട് നിന്നോളും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പോച്ചകൾ അല്ലെങ്കിൽ കളകൾ എപ്പോഴും പറിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതിന് വിട്ട് നമുക്ക് ഈ ഒരു കളകൾ വെച്ച് നമുക്ക് ഇവനൊരു ഉഴുന്നുവട ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാവിൻ്റെ ചോട്ടിലേക്ക് ഈ ഒരു പച്ചപ്പുല്ല് വീഴാതെ ഇതിന് ചുറ്റിനും നമ്മുടെ ഈ ഒരു സാധനം വെച്ചൊരു റൗണ്ട് പോലെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് കാണിച്ചു തരാം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നത്. ഇപ്പം നമുക്ക് മുകളിൽ നോക്കും മനസ്സിലാവും. നമ്മുടെ ആ ഒരു പ്ലാവിൻ്റെ നടുക്കായിട്ട് നിൽപ്പുണ്ട്. ചുറ്റിനും നമ്മുടെ ഒരു പോച്ച അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് കളകൾ നമ്മളിപ്പം വട്ടത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നട്ടാലാണ് നമ്മുടെ ഈ ഒരു പ്ലാവിൻ്റെ ഏകദേശം 1.5 വർഷം കൊണ്ട് കായ്ക്കാൻ പോകുന്നത്. ശരിക്കും ഇത് ചെറിയ പരിപാടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസിലൊന്ന് അന്വേഷിച്ച് നോക്കും. വെറും 20 രൂപയ്ക്ക് നമുക്ക് ഇതുപോലുള്ള പ്ലാവും തയ്യോ അല്ലെങ്കിൽ മാവിൻ്റെ തയ്യൊക്കെ അവിടെ കിട്ടും. അന്നേരം നിസ്സാര കാര്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇനി പ്ലാവോ മാവോ ഒക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാഴ്ച കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. നനച്ചു കൊടുക്കുന്നത് നമ്മുടെ ഒരു ചെവിട് മാത്രമല്ല, നമ്മുടെ ഈ ഒരു പച്ച ഈ ഒരു പോച്ചയും അല്ലെങ്കിൽ ഈ കളയും നന്നായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു ഈർപ്പം എപ്പോഴും നമ്മുടെ ഭൂമിയിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ വളർന്നു വരുന്ന ഈ ഒരു പ്ലാവിന് നല്ലതായിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരേക്കും നമസ്കാരം.